പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ പഠിക്കുവാണ്. എങ്ങനെ കൃതജ്ഞത നമ്മളുടെ ജീവിതത്തിൽ ഓരോ തലത്തിലും ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്, ഇന്നലെ നമ്മൾ പണത്തെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഉള്ള പണത്തിന് നന്ദി ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് പണം വർദ്ധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് പ്രവൃത്തികളെ എങ്ങനെ മാന്ത്രികമായിട്ട് ആക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോണേ. കാര്യം പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ജനിച്ചേക്കണത് ഒരു കൊടും ദാരിദ്ര്യത്തിലാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ ഇങ്ങനെ ജനിച്ചേക്കണ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ആലോചിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവർ ദാരിദ്ര്യത്തിലൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം കൊള്ളാവുന്ന വീട്ടിൽ ജനിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി അധികം മനുഷ്യരെ, മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. KR നാരായണൻ നമുക്കതിന് എല്ലാവർക്കും ഏറ്റവും മികച്ച എക്സാമ്പിളാണ്. പരമദാരിദ്ര്യത്തിലാണ് ജനിച്ചത്, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എത്ര ഒരാൾക്ക് വളരാം എന്നുള്ളത്, എത്ര ഒരാൾക്ക് ഏറ്റവും മികച്ചതാവാമെന്ന് നമ്മളെ പഠിപ്പിച്ചേക്കേണ്ടതാണ് KR നാരായണൻ. അല്ലെങ്കിൽ നമ്മളുടെ അത്ഭുത മനുഷ്യനായിരുന്നു, ആരായിരുന്നു? നമ്മളുടെ അബ്ദുൽ കലാം സാർ. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കണത് ദരിദ്രനായിട്ടെന്നുള്ളത് ഒരാളുടെ തെറ്റല്ല. പക്ഷേ അയാൾ മരിക്കണത് ഒന്നുമില്ലാത്ത ഒരാളായിട്ടാണെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം അംബാനിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അംബാനി ഒരു സാധാരണ ഒരു സ്കൂൾ അധ്യാപകൻ്റെ മകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു സാമ്രാജ്യം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ പറ്റി. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ഇതൊക്കെ സാധാരണക്കാരന് സാധ്യമാണോ? 2 പേര് ജോലിയെടുക്കാൻ തുടങ്ങുന്നു. ഒരാൾ ശരിക്കും എന്ത് ചെയ്തിട്ടും ഗതി പിടിക്കാത്ത അവസ്ഥയിൽ പോകുന്നു. ഒരാൾ മാന്ത്രികമായിട്ട് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരാൾ വിജയത്തിൻ്റെ അത്രയും കൊടുമുടിയിലേക്ക് എത്തണം. ഒരാൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തണം. എത്ര പരിശ്രമിച്ചിട്ടും, എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും, എന്ത് ചെയ്തിട്ടും എന്തുകൊണ്ട് അയാൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണില്ല? അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് പരാജയം മാത്രം, കരിയറിൽ, ബിസിനസ്സിൽ തൊടുന്നതെല്ലാം അയാൾക്ക് പരാജയമായിട്ട് വരുന്നു. ചില ആൾക്കാരോ അവർ മാന്ത്രികമായിട്ട് അവർ തൊടുന്നതെല്ലാം പൊന്നാവുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോം റോബിൻസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് പ്രവൃത്തി എടുത്താലും, ഏതൊരു കലയായാലും, ഏതൊരു വിജ്ഞാന ശാഖയായാലും, ഏതൊരു കഴിവായാലും അത് പരമാവധി മികവിലേക്ക്, മുൻപുണ്ടായിരുന്നതിലും അപ്പുറത്തേക്ക് എത്തിക്കുക. അതിർ വരമ്പുകളുടെ വന്യമായ അകലങ്ങളിലേക്ക് തള്ളി നീക്കുക. പിന്നീട് ബലാത്കരമായി അതിനെ മാന്ത്രികതയുടെ മേഖലയിലേക്ക് എത്തിക്കുക. കാരണം നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് എന്തിലും ക്യുക്കായിട്ട് കാശുണ്ടാക്കുക, ക്യുക്കായിട്ട് പോപ്പുലാരിറ്റി ഉണ്ടാക്കുക, സെലിബ്രിറ്റി ഉണ്ടാക്കുക, അതൊക്കെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കണേ. സത്യത്തിൽ ഇത് സാധ്യമാണ് കേട്ടോ, അല്ലാന്ന് ഞാൻ പറയണില്ല. വളരെ ക്യുക്കായിട്ട് ആൾക്കാർക്ക് റിച്ച് ആവാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. കാര്യം പണ്ടൊക്കെ വർഷങ്ങൾ കൊണ്ടാണ് ഒരാൾ മില്യനർ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് മില്യനർ ആവാൻ ഒരു വർഷത്തിലൊക്കെ ആവണ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 3 വർഷത്തിൽ ആവണ ആൾക്കാരുണ്ട്. മാന്ത്രികമായിട്ട് സമ്പത്ത് നേടുന്ന ആൾക്കാരുണ്ട്, വിജയം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇന്നും നേടാൻ പറ്റും. കാര്യം ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗം ഏതൊരാൾക്കും അത് സാധ്യമാക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ വിജയം നേടാനായിട്ടാണെങ്കിലും, തൊഴിലിലോ പ്രവൃത്തിയിലോ നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾക്ക് നന്ദി ഉണ്ടാവണം. ആ നന്ദിയുടെ ഒരു മാഹാത്മ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയും, നമ്മൾക്ക് ഓരോ ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സറിഞ്ഞ് തന്നെ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ, എത്രയധികം നന്ദി നമ്മൾ പ്രകാശിപ്പിക്കാൻ തുടങ്ങണോ അത്രയും നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ ഉന്നതി, അത്ഭുതകരമായ അഭിവൃദ്ധി, സമൃദ്ധി ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയെ
നിങ്ങൾ നന്ദി ഉണ്ടാവണം. അപ്പം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും പറയുന്ന കാര്യമാണ്, ആർക്കാണോ കൃതജ്ഞതയുള്ളത് അവരുടെ തൊഴിലിനോട് അവർക്ക് എത്ര നന്ദിയുണ്ടോ, എത്ര ആത്മാർത്ഥതയുണ്ടോ, അവർക്ക് ആ തൊഴിലിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങും. അത് സമൃദ്ധമായിട്ട് തന്നെ കിട്ടാൻ തുടങ്ങും. ആർക്കാണോ നന്ദിയില്ലാത്തത്, ആരാണോ നല്ല മനോഭാവത്തിൽ കൊടുക്കാത്തത്, അവന് ആ തൊഴിൽ എന്തായിട്ട് മാറും? ആ തൊഴിൽ അവനെ തിരിഞ്ഞു കടിക്കാൻ തുടങ്ങും. അവനിൽ നിന്നുള്ള പണിയും കൂടി പോകും. അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അവൻ ചിലപ്പോൾ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന അവസ്ഥയിലെത്തും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു മാന്ത്രികമായിട്ടുള്ള ലൈഫിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാന്ത്രികമായിട്ടൊരു ഗിവിങ് ഉള്ള ഒരാളായിട്ട് മാറണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യണം. അല്ലാതെ കാശിന് വേണ്ടിയിട്ട് പണിയെടുക്കണ ഒരാൾക്ക് ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാൻ പറ്റില്ല. അയാൾക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റില്ല. അയാൾ ആഗ്രഹിക്കണം, ഈ ഒരു തൊഴിൽ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കണം, എനിക്ക് ജോലി തന്ന ആ ഓർഗനൈസേഷൻ ഏറ്റവും നന്നാവണം, അവരഭിവൃദ്ധിപ്പെടണം, എൻ്റെ ജീവിതം ഇതുകൊണ്ട് എനിക്കും അഭിവൃദ്ധി പ്രാപിക്കണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങുകയും നമ്മൾ അത് ആഗ്രഹിച്ച് നമ്മൾ നന്നായിട്ട് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് സമൃദ്ധി കടന്നു വരാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം വരാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലേക്ക് പണം വരാൻ തുടങ്ങും. നമ്മൾ ചെയ്യുന്നതെല്ലാം പൊന്നാവണ അവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തും നമുക്ക് നന്നാവണമെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ, അറിവോടെ തന്നെ കൃതജ്ഞത അർപ്പിക്കണം. അപ്പോൾ ആ കൃതജ്ഞതയുടെ ഒരു നന്ദി നമ്മൾ ഓരോ ദിവസവും, ചില ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഓഫീസിനെ ബ്ലസ് ചെയ്ത് ഇവിടെയുള്ള ഓരോ ആൾക്കാരെ സമർപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ തൊഴിൽ തുടങ്ങണേ. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്നറിയോ, അവരുടെ ലൈഫ് എപ്പോഴും സപ്പോർട്ടഡ് ആയിരിക്കും. അവർക്ക് ആ തൊഴിൽ ആവശ്യമുള്ള എല്ലാ പണവും കൊടുക്കും, അഭിവൃദ്ധി കൊടുക്കും. അവർ ഒന്നിനും ഒരാളുടെ മുമ്പിൽ പോകേണ്ടി വരില്ല. കാര്യം അവരാ കൊടുക്കുന്നത് തന്നെ അവരിലേക്ക് 10 times ആയിട്ട്, 15 times ആയിട്ട്, 100 times ആയിട്ട് അവരിലേക്ക് തിരിച്ചു വരും. അവർക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർക്ക് ഒന്നിനും തേടി പോകേണ്ടി വരില്ല. അപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ മൂല്യം കൂട്ടണം. എങ്ങനെ? നിങ്ങളെ വിശ്വസിച്ച് വന്ന കസ്റ്റമർക്ക്, ജീവനക്കാർക്ക്, അവരോട് നിങ്ങൾ നന്ദി ഉണ്ടാവണം. അവരുടെ ആ ഒരു സർവീസിനെ നിങ്ങൾ വാല്യൂ ചെയ്യണം. അവർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ശമ്പളം കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവണം, അവരെ ഏറ്റവും നല്ല നേട്ടത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അല്ലാതെ നിങ്ങൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാവരും വിഷമിച്ചോട്ടെ, അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് കച്ചവടം താഴെ പോകും. കാര്യം എന്താ? കസ്റ്റമറിൽ നിന്ന് കാശ് മാത്രം പിടുങ്ങിയിട്ട് സർവീസ് കൊടുക്കാത്തൊരവസ്ഥയിൽ വന്നാൽ നമ്മളുടെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് വരില്ല. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് സർവീസ് ചെയ്യുമ്പോഴും അത് നമ്മൾ പറഞ്ഞ കാശ് മേടിക്കുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ, ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ നമ്മൾ റെഡിയാവണം. നമ്മളൊരു കുഞ്ഞുങ്ങളെ വളർത്തുവാണെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഒരു മാതാവ് എന്നുള്ള നിലയിൽ, പിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ ജോലിയാണ്. അപ്പോൾ അവരെ നന്നായിട്ട് നമ്മൾ നോക്കണം. അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള നമ്മൾ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണ ലെവലിലേക്ക് പോകണം. എന്ത് ജോലി ചെയ്താലും ആ ജോലിയെ സ്നേഹിക്കണം. ആ ജോലിക്ക് പോകുന്നതിൽ അഭിമാനമുണ്ടാവണം, ഉത്സാഹമുണ്ടാവണം. അപ്പോൾ ആ ഒരു ജോലിയെ അത്രയും നല്ല രീതി, ഒട്ടും പറ്റാത്ത ജോലിയാണ് എന്ത് ചെയ്യണം, അവരോട് വളരെ കറക്റ്റായിട്ട് കാര്യം പറയണം. എന്നിട്ട് അടുത്ത ആൾക്ക് ആ ജോലി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് മാറണം. കാര്യം അല്ലാതെ നമ്മൾക്കൊരു ജോലി തന്ന ഒരു സ്ഥാപനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു നന്ദിയുടെ ഒരു സ്വഭാവമുള്ള ഒരാളായിട്ട് മാറുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. നമ്മൾക്ക് ഉന്നതി കിട്ടാൻ തുടങ്ങും. നമ്മളുടെയൊക്കെ ലൈഫ് രക്ഷപ്പെടാൻ അധികം സമയമൊന്നും വേണ്ട. അടുത്ത മിനിറ്റിൽ പോലും നമ്മുടെ ജീവിതം മാന്ത്രികമായിട്ട് രക്ഷപ്പെടാം. പക്ഷെ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികൾ, ഇവ എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി നന്ദിയുള്ള ഒരാളായിട്ട് പോവുക. ശമ്പളം കിട്ടാത്ത ഒരു ഓഫീസാണെങ്കിൽ ആ തന്ന ശമ്പളത്തിന് നന്ദി പറയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഓർഗനൈസേഷൻ എന്താവും, അത് ഉന്നതിയിലേക്ക് പോകും. ആ സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യുക, കസ്റ്റമറെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, പ്രാഗി ജോലി എടുക്കാതിരിക്കുക, ആ സ്ഥാപനത്തെ പറ്റി മോശമായിട്ടുള്ള വാക്കുകൾ പറയാതിരിക്കുക.
എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം അന്ന് വരെ അവരെ നന്നായിട്ട് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തുടരാതിരിക്കുക. അപ്പോൾ 2 വില്ലിക്ക് ചവിട്ടിയിട്ട് ചെയ്യാതിരിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ 100% ഉത്തരവാദിത്വം എടുത്ത് ചെയ്യണ ലെവലിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് മാന്ത്രിക പരിശീലനം ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മൾ സാധാരണ ചെയ്യേണ്ട ലെവലിൽ 1 മുതൽ 10 വരെയുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. ഓരോ അനുഗ്രഹങ്ങളും എണ്ണിയിട്ട് ആ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ പറയുക, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയണു. എൻ്റെ കാരണം തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് ബ്രെയിനിന് മനസ്സിലാവണം. ഞാൻ നന്ദിയുണ്ട്. കാര്യം എന്താ, ഇന്ന് എനിക്ക് നല്ല ആഹാരം എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു. അമ്മ എന്നോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് എനിക്ക് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്ത് തന്നത്. ഞാൻ അതിന് നന്ദിയുണ്ട്. എൻ്റെ അമ്മ എന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ബേസ് ചെയ്യുക. ഇന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താ, എൻ്റെ 2 മക്കളെ പഠിപ്പിക്കാൻ, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ ജോലി എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ എനിക്ക് അഭിമാനമുള്ള രീതിയിൽ ജീവിക്കാൻ എനിക്ക് ഈ ഒരു കരിയർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്ദിയുണ്ട്. കാര്യം എൻ്റെ ജീവിതത്തിലെ എല്ലാ ബില്ലുകളും അടയ്ക്കാൻ എന്നെ ഈ ജോലി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നന്ദിയുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നന്ദി എഴുതുക. ഓരോ കാര്യങ്ങളും എഴുതി കഴിയുമ്പോൾ നന്ദി എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മളൊക്കെ ഈ ജോലി ചെയ്യുമ്പോഴത്തേക്കുള്ള സംഭവിക്കുന്നത് എന്തറിയാമോ, നമ്മൾ ഒരാൾ നോക്കാനില്ലാന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉഴപ്പും. കാര്യം എന്താ, ആരും കാണില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു അദൃശ്യനായിട്ടൊരു മാനേജർ നിങ്ങളെ നോക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ അദൃശ്യനായിട്ടുള്ളൊരു മാനേജർ നിങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സങ്കല്പിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ആ മാനേജർ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ പുറകെ നടന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വളരെ കോൺഷ്യസ് ആവും. ഒരാൾ നോക്കണമെങ്കിൽ നിങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യും. നമ്മളെല്ലാവരും നല്ല ഉണ്ണികളാണ്. ആരെങ്കിലും നോക്കണമെങ്കിൽ നമ്മളെ ഏറ്റവും നന്നായിട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു രീതി നമ്മൾ വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് നമ്മുടെ ഓരോ പ്രവൃത്തിയും എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ചെയ്യുക. കാര്യം എന്താ, നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് മുകളിൽ ഇരിക്കുന്ന ഒരാൾ. ആ ആളാണ് നമുക്ക് ബലം തരേണ്ടത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ ചെയ്യുക. നല്ല കാര്യങ്ങൾക്ക് അതെന്നിട്ട് നമ്മൾ നന്ദി എഴുതുക. ആ ലെവലിലേക്ക് നമ്മൾ കഴിയുന്ന അത്രയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോന്നിനും നമ്മൾ നന്ദി പറയുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും അറിയാം, നമ്മൾ ദൈവമേ ഞാൻ നന്ദിയുള്ളവനാണ്, എനിക്ക് ദൈവം നൽകുന്ന ഈ ഓരോ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുണ്ട് എന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഓരോ കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു കണ്ണാടിയാണ്, നമ്മൾ എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൊണ്ടുവരിക, ചിന്തയിൽ കൊണ്ടുവരിക. നമ്മൾ എന്നിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ഉറങ്ങാൻ പോണതിന് മുമ്പ് നമ്മൾ ആ കല്ലെടുക്കുക. ആ കല്ലെടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയ ഓരോ നിമിഷങ്ങളിൽ കൂടി നമ്മളൊന്ന് പോവുക. ആ ഓരോ നല്ല നിമിഷത്തെ നമ്മളിങ്ങനെ ഓർക്കുക, ഒരു സിനിമ കാണുന്ന പോലെ നമ്മൾ കാണൂലേ. അപ്പോൾ ആ ഒരു റീവൈൻഡ് ഒന്ന് നടത്തുക. എന്നിട്ട് ഓരോ നല്ല നിമിഷങ്ങളും നമ്മൾക്ക് സമ്മാനിച്ച ഓരോ ആൾക്കാർക്കും നന്ദി എന്ന് പറയാം. അപ്പം നമ്മൾക്ക് എന്ത് സന്തോഷം വരുന്നതറിയാമോ. ആ സന്തോഷത്തോടെ ഫോണൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഗോൾ കാർഡ് പറ്റുവാണെങ്കിൽ ആ ഗോൾ കാർഡ് ഒന്ന് എടുക്കുക. നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങൾക്ക് ഈ വർഷം ഈ 2024 ഡിസംബർ 31 ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണ്ടെന്ന് പറഞ്ഞൊരു കാർഡ് എഴുതിയിട്ടൊരു കാശ് നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടൊരു ഗോൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കാണുക. എന്നിട്ട് വളരെ സന്തോഷമായിട്ട് നന്ദിയൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.